നമസ്കാരം. വിമാനയാത്രയ്ക്കിടയിൽ എല്ലാ യാത്രക്കാരും അച്ചടക്കം പാലിക്കുക എന്നുള്ളത് ഒരു നിർബന്ധിതമായൊരു കാര്യം തന്നെയാണ്. വിമാനത്തിനുള്ളിൽ കിടന്ന് അലറി വിളിക്കാനോ ഉറക്കെ പാട്ട് പാടാനോ വഴക്ക് കൂടാനോ ഒന്നും തന്നെ ഒരിക്കലും ജീവനക്കാർ അനുമതി നൽകാറില്ല. എന്നാൽ കഴിഞ്ഞ ദിവസം ലണ്ടനിലെ ഹീത്രൂ വിമാനത്താവളത്തിൽ നിന്ന് ജമൈക്കയിലേക്ക് പോയ ബ്രിട്ടീഷ് എയർവേസിൻ്റെ ഒരു വിമാനത്തിലെ യാത്രക്കാർ മണിക്കൂറുകളോളം അനുഭവിച്ചത് നരകയാതനയായിരുന്നു. കാരണം ഒരു സംഘം വിശ്വാസികൾ ഈ വിമാനത്തിനുള്ളിൽ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളായിരുന്നു ഇതിൻ്റെ കാരണം. വിമാനം പുറപ്പെട്ട് ഏതാണ്ട് ഒരു മണിക്കൂർ സമയം കഴിഞ്ഞപ്പോഴാണ് പെട്ടെന്ന് തന്നെ ഈ ഒരു പ്രാർത്ഥനാ സംഘം വിമാനത്തിനുള്ളിൽ സജീവമായത്. ഇവർ ഉറക്കെ പാട്ട് പാടാനും പ്രസംഗിക്കാനുമെല്ലാം തന്നെ തുടങ്ങി. വല്ലാത്ത രീതിയിൽ മറ്റ് യാത്രക്കാരെ ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ഇവർ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഉറക്കെ പാടുകയും ബഹളം വയ്ക്കുകയും അതുപോലെ ഇത് അസഹ്യത പ്രകടിപ്പിച്ച യാത്രക്കാരോട് ഇവർ പലരും ആക്രോശിക്കുകയൊക്കെ തന്നെ ചെയ്യുകയായിരുന്നു. വിമാനത്തിലെ ജീവനക്കാർക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ പറ്റാത്ത ഒരവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. വിമാനത്തിലെ യാത്രക്കാർ പറയുന്നത് തങ്ങൾക്കിത് നരകതുല്യമായ യാത്രയായിരുന്നു എന്നാണ്. ഇവരെ തടയാൻ ആർക്കും തന്നെ കഴിഞ്ഞിരുന്നില്ല. മാത്രവുമല്ല, വിമാനം ലാൻഡ് ചെയ്യുന്ന സമയത്ത് വിമാനത്തിലെ സീറ്റ് ബെൽറ്റുകൾ മുറുക്കാനുള്ള നിർദ്ദേശം വന്ന സമയത്ത് മാത്രമാണ് ഇവരുടെ ചിലരെങ്കിലും അവിടെ സീറ്റുകളിൽ ഇരുന്നത് എന്നാണ്. ചിലരാകട്ടെ ഈ നിർദ്ദേശം വന്നിട്ട് പോലും അത് അവഗണിച്ചുകൊണ്ട് വിമാനത്തിനുള്ളിൽ ഉറക്കെ പാട്ടുപാടിയും അതുപോലെ പ്രസംഗം നടത്തിയൊക്കെ തന്നെ യാത്രക്കാരെ പരമാവധി ബുദ്ധിമുട്ടിക്കുകയായിരുന്നു എന്നാണ്. പല യാത്രക്കാരും ഇവരുടെ ഈ ഒരു നടപടി ചിത്രീകരിച്ച് ടിക്ടോക്കിലും മറ്റും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. 9 ലക്ഷത്തോളം പേരാണ് വളരെ പെട്ടെന്ന് ഒറ്റ ദിവസം കൊണ്ട് ടിക്ടോക്കിൽ ഇത് കണ്ടത് എന്നാണ് പറയപ്പെടുന്നത്. വിമാനത്തിൽ യാത്രക്കാരായിരുന്ന പലരും പിന്നീട് സമൂഹ മാധ്യമങ്ങളിൽ തങ്ങളുടെ ഈ ഒരു ഭീകരമായ അനുഭവം പങ്കുവയ്ക്കുകയായിരുന്നു. അവർ പറയുന്നത് സാധാരണഗതിയിൽ വിമാനത്തിലേക്ക് കയറി കഴിയുമ്പോൾ വിമാനം പുറപ്പെടുന്നതിന് തൊട്ടും പല ആളുകളും പ്രാർത്ഥിക്കാറുണ്ട്. കാരണം ഇത് ആകാശത്തോടെ പറന്നു പോകുന്ന വിമാനമാണല്ലോ, ഇതിന് കുഴപ്പമൊന്നും സംഭവിക്കരുതേ എന്ന രീതിയിൽ പലരും പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ വിമാനത്തിന് എന്തെങ്കിലും പെട്ടെന്നൊരു ദുർഘടമായ അവസ്ഥ ഉണ്ടായാൽ, അതായത് വിമാനത്തിൽ വലിയ സാധാരണ നമ്മൾ എയർ പോക്കറ്റ് വീഴുക പോലെയുള്ള എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടായാൽ ആളുകൾ പലരും പ്രാർത്ഥിക്കുന്നത് പതിവാണ്. പക്ഷേ ഇമാതിരി ഒരു പ്രാർത്ഥന തങ്ങൾ ഒരിക്കലും വിമാനയാത്രക്കിടയിൽ അനുഭവിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവർ ശരിക്കും മദ്യവെച്ച് ലക്കുകെട്ടാണ് വിമാനത്തിലേക്ക് കയറി വന്ന് ഇത് ചെയ്യുന്നതെന്നാണ് പലരും കരുതിയിരുന്നത്. എന്നാൽ പിന്നീട് പരിശോധിച്ചപ്പോൾ മനസ്സിലായ കാര്യം ഇവരാരും തന്നെ മദ്യവെച്ചിരുന്നില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ആത്മീയത തന്നെയായിരിക്കാം അവരുടെ ലഹരി, പക്ഷേ അത് മറ്റുള്ള യാത്രക്കാർക്ക് വളരെ ദോഷകരമായ രീതിയിൽ മാറുകയായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. ഏതായാലും ബ്രിട്ടീഷ് എയർവേസിനെ പ്രമുഖ പാശ്ചാത്യ മാധ്യമങ്ങളിൽ തന്നെ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ വിശദാംശങ്ങൾ തേടിയിരുന്നുവെങ്കിലും അവർ ഇനിയും ഇക്കാര്യത്തിൽ പ്രതികരണം അറിയിച്ചിട്ടില്ല. ഈ വിമാനത്തിൽ ചില യാത്രക്കാർ പറഞ്ഞത് ഈ സമയമെല്ലാം തന്നെ തങ്ങൾ ഏതോ ഒരു പള്ളിക്കകത്താണ് ഇരിക്കുന്നത്, വിമാനത്തിനകത്തല്ല എന്ന് തോന്നിപ്പോയി എന്നാണ്. അവർ പറയുന്നത് 40,000 അടി ഉയരത്തിൽ പറക്കുമ്പോഴാണ് ഇവർ ഈ ഒരു ബഹളവും പരാക്രമങ്ങളും അട്ടഹാസമൊക്കെ നടത്തിയത് എന്നാണ്. ഏതായാലും വിമാനത്തിലെ ജീവനക്കാർ ഇവരോട് എങ്ങനെയാണ് പെരുമാറി എന്നുള്ളതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ഇത്തരം സന്ദർഭങ്ങൾ സംഭവിക്കാറുള്ളത് വിമാനത്തിലെ ജീവനക്കാർ തന്നെ നേരിട്ട് വന്ന് അവരോട് നിങ്ങൾ അവിടെ സീറ്റിൽ പോയി അടങ്ങിയിരിക്കണം, മറ്റ് യാത്രക്കാരെ ശല്യപ്പെടുത്തരുത് എന്ന നിർദ്ദേശം നൽകുന്നതാണ്. പക്ഷേ ഇവിടെ അത് സംഭവിച്ചിട്ടില്ല എന്ന് വേണം നമ്മൾ കരുതാൻ. കാരണം 9 മണിക്കൂർ നീണ്ടുനിന്ന യാത്രയിൽ ഏതാണ്ട് 3 മണിക്കൂറോളം സമയം ഇവർ ഇത്തരത്തിൽ ബഹളം വയ്ക്കുകയായിരുന്നു എന്ന് പറയുമ്പോൾ ആ വിമാനത്തിലെ യാത്രക്കാർ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ച് കാണുമെന്ന് നമുക്ക് സ്വാഭാവികമായി ഊഹിക്കാൻ മാത്രമേ കഴിയൂ. മറ്റു ചില യാത്രക്കാർ പറയുന്നതാകട്ടെ എന്തിനൊരു പരിധി ഉണ്ട് എന്നാണ്. തങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമോ എന്ന് പോലും പലപ്പോഴും തങ്ങൾ സംശയിച്ചിരുന്നു എന്നാണ് ചില യാത്രക്കാർ പറയുന്നത്. കാരണം അവർ നിയന്ത്രണം വിട്ട് ഈ ഗായക സംഘത്തെ അല്ലെങ്കിൽ പ്രാർത്ഥനാ സംഘത്തെ കയ്യേറ്റം ചെയ്യാൻ വരെ പലരും ആലോചിച്ചിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. എന്താണെങ്കിലും ബ്രിട്ടീഷ് എയർവേസ് പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രശസ്തമായൊരു വിമാനത്തിനുള്ളിലാണ് ഈ ബഹളം മുഴുവൻ നടന്നത് എന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. ജീവനക്കാർ ഇക്കാര്യത്തിൽ എന്ത് നിലപാട് സ്വീകരിച്ചു എന്നുള്ളത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. പൈലറ്റ് ഉൾപ്പെടെയുള്ള വിമാനത്തിലെ എല്ലാ പ്രധാന ജീവനക്കാരും അല്ലെങ്കിൽ മറ്റുള്ള എയർ ഹോസ്റ്റസ്മാർ ഉൾപ്പെടെയുള്ളവരൊക്കെ തന്നെ ഇവരെ എന്തുകൊണ്ട് അടക്കിയിരുത്തിയില്ല, അതോ ഇനി അവർ അടക്കിയിരുത്തിക്കൊണ്ടാണോ ഇവർ ബാക്കി സമയം ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യം ഇവിടെ വരുന്നുണ്ട്. എങ്കിലും ഈ വിമാനത്തിലെ യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവർക്കിതൊരു ദുരിതയാത്ര തന്നെയായി മാറിക്കഴിഞ്ഞിരുന്നു.